ഹായ് ഹലോ, രാജി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മളെ കുട്ടികളുടെ ഇടയിൽ കാണുന്ന ഒരു പ്രശ്നമാണല്ലേ, താരൻ മുടി കൊഴിച്ചിലൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു നല്ല റെമഡി ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ആൺകുട്ടികൾക്ക് മുടി നന്നായി വളരണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് ആൺകുട്ടികളെ. അപ്പോൾ അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. ഇതെന്താ വെച്ചാൽ ഒന്നുമല്ല, നമ്മള് ചിലവർ പറയും ഇതിന് കഴിക്കണ വേപ്പിന്റെ ഇലാന്ന്. ഞാൻ ഇതിനിവിടെ അരിവേപ്പിന്റെ ഇല എന്നാ പറയുന്നത്. നമ്മൾ കൂട്ടാനിലിടുന്ന കറിവേപ്പിലല്ല കേട്ടോ. ഈ ഇല നന്നായി അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കുറച്ച് കുറുകിയിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഊറ്റി, ഇല പെടാതെ തെളിവെള്ളം ഊറ്റിയെടുക്കുകയാണ്. ഇത് നല്ല ഇഫക്റ്റീവാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മൾ ചിലവരെ ഇത് സ്പ്രേ ബോട്ടലിലായിട്ട് കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ തലയിൽ സ്പ്രേ ആയിട്ട് തേക്കാം, അടിക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ കാണിക്കുന്നത് അങ്ങനെയല്ല, നമ്മള് കാണിച്ചു തരണ്ട. ഞാനിവിടെ എന്താ തേക്കണത്, ഇത് ആറട്ടെ കേട്ടോ. അങ്ങനെ ചുടുന്നനെ പറ്റില്ല. ഈ കഴിക്കണ വേപ്പിന്റെ വെള്ളം തേക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ആദ്യം നന്നായിട്ട് എണ്ണ കയ്യിലിട്ട് നല്ല ചൂടാക്കിയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരുപോലെ അങ്ങനെ തേക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് എണ്ണ മസാജ് ചെയ്ത് പിടിപ്പിക്കണം തലയിൽ. കണ്ടോ, നല്ല എണ്ണ തേക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവന് മുടിയിൽ കുറേശ്ശെ ചൊറിയണു പറയുന്നുണ്ടവൻ തല. അപ്പോൾ താരൻ ഉണ്ടോ, ഈ പ്രായത്തിൽ താരൻ വരും എനിക്കറിയില്ല. അപ്പൊ എന്നാ താരൻ ഉണ്ടെങ്കിൽ അതും പോയിക്കോട്ടെ. പിന്നെ അവന് മുടി കുറേശ്ശെ കൊഴിയുണ്ട് പറയുന്നുണ്ട്. അപ്പൊ മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് ഇപ്പൊ ആൺകുട്ടികൾക്കല്ലേ ഇവന് നല്ല മുടി വളർത്തണം എന്നാ എന്നോട് പറയുന്നത്. അപ്പോൾ അതിനാണ് ഇപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കണത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആൺകുട്ടി പെൺകുട്ടി ഒന്നും ഇല്ല കേട്ടോ, എല്ലാവരും ഇത് നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ മുടി വളർച്ച ഇരട്ടിയാവും. കഴിക്കണ വേപ്പിന്റെ വെള്ളം അതിപ്പോ നമ്മൾ എങ്ങനെയാ ഉപയോഗിക്കുക വെച്ചാലേ, ആഴ്ചയിൽ 3 ദിവസം കഴിക്കണ വേപ്പിന്റെ ഇല തേച്ചാൽ മതി ആൺകുട്ടികൾക്ക്. ഇനിയിപ്പോ 3 ദിവസം തുടർന്ന് തേക്കാൻ പറ്റില്ലെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇനി ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് നമ്മൾ ഇന്ന് തിളപ്പിച്ചാൽ നാളേക്ക് കേട് വരുന്നില്ല. 2 ദിവസത്തിന് ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു ആഴ്ചക്ക് ഒരു ദിവസത്തേക്ക് നിങ്ങൾ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചോളൂ, സ്പ്രേ ബോട്ടലിലാക്കിയിട്ടേ. എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് വേണ്ടവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഞാൻ ഇവന്റെ തലയിൽ എണ്ണ തേച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇവൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി കഴുകി കളയുകയാണ്. അവൻ എന്നോട് മുട്ടയുടെ വെള്ളം ചോദിക്കുക. അല്ല കുട്ടി, അത് കഴിക്കണ വേപ്പിന്റെ ഇലയുടെ വെള്ളമാണ്. കാരണം എൻ്റെ മുടി താരൻ മുടി കൊഴിച്ചിൽ അതൊക്കെ നിനക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിനി ഇന്നലത്തെ പോലെ തന്നെ നമ്മളിപ്പോൾ ഇന്നലെ അനക്ക് അമ്മമ്മ തേച്ച് തന്നത് എന്താ അറിയില്ലേ, അതുപോലെ തന്നെ ഇത് നീ 10 മിനിറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി കളഞ്ഞോളൂ കേട്ടോ. സാധാ വെള്ളത്തില് തന്നെ അമ്മമ്മയെ മുടി വളർന്നില്ല എന്നുള്ള പ്രശ്നമല്ലേ. കണ്ടല്ലോ, നല്ലത് മസാജ് ചെയ്ത് എല്ലാം പിടിപ്പിക്കുക. ഒലിച്ചിറങ്ങണതൊന്നും വേണ്ടേ, ഒരു 2-3 സ്പൂണേ വേണ്ടു ആൺകുട്ടികൾക്ക്. തലപ്പത്തേക്കൊന്നും വരട്ടണ്ടല്ലോ, കണ്ട തുമ്പത്തേക്കൊന്നും. അപ്പൊ ഇവനും നന്നായി മുടി വളരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കണം. മുടി വളർച്ച ഇരട്ടിയാവും, താരൻ പോവും, മുടി കൊഴിച്ചിൽ മാറും, മുടി നന്നായി വളരും. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് അനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.